തീരുമാനിച്ചിട്ടുള്ള ഈ ഒരു പ്ലാന് ഞാൻ അതിനാനും പറഞ്ഞു കൊടുക്കുന്നതിന്റെ വോയിസ് ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഞാനും ലുക്കുമാനും അതിനാനും ഈ കാര്യങ്ങൾ പ്ലാൻ ചെയ്തതിനു ശേഷം എന്റെ കാറ് പോകുന്നതിന്റെ ബാക്കിൽ അതിനാന്റെ ബൈക്കിൽ ലുക്കുമാനും അതിനാനും എന്റെ കാറിനെ ഫോളോ ചെയ്ത് വരികയും ക്യാമറ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് എന്റെ വണ്ടിനെ ഓവർടേക്ക് ചെയ്ത് ബാക്കിലിരുന്ന ലുക്കുമാൻ അറിയുകൊണ്ട് ക്യാമറ എടുത്തിട്ട് എന്റെ വണ്ടി അടിച്ച് പൊട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടി അടിച്ച് പൊട്ടിക്കുന്ന ഞാൻ പറഞ്ഞു എന്റെ വണ്ടി അടിച്ച് പൊട്ടിക്കുക എന്നുള്ളത് ഞാൻ മുന്നേ അവിടുന്ന് പ്ലാൻ ചെയ്ത സമയത്ത് ഷാജാൻ ഖാനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു ഈ എന്തിനാ പേടിക്കണേ, നമുക്ക് നമ്മുടെ ഗാരേജ് എന്റെ വണ്ടി പിറ്റത്തെ ദിവസം തന്നെ നമുക്ക് നേരാക്കി ഇടുകയും ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ടാണ് കരഞ്ഞ് അഭിനയിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുക്കുകയും അത് അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യുകയും ചെയ്തത്. പക്ഷേ ഇതൊരു നാടകമാണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ഞാൻ ചെയ്ത വലിയൊരു ചെറ്റത്തരം എന്ന് തന്നെ പറയാം. ഇത് ഞാൻ കൂട്ടുന്നത് വളരെ എനിക്ക് ഏറ്റവും ഞാൻ റിഗ്രറ്റ് അടിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 10 മണിയായപ്പോഴാണ് ഷാജഹാൻ ഖാന്റെ വരവ്, അഥവാ എന്റെ വീട്ടിലേക്ക് അദ്ദേഹം വരികയും പിന്നെ നിങ്ങൾ കണ്ടിട്ടുള്ള അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ വീഡിയോസ് ഒക്കെ നടന്നത് അതിന് പിറ്റേ ദിവസമാണ്. ഒരു ദിവസം ഈ പൊറോട്ട നാടകം പൊളിച്ചു എന്ന് പറയാം. ഈ പർപ്പിൾ എന്ന് പറയുന്ന ഈ ഒരു പയ്യൻ ജനങ്ങൾക്ക് മുന്നിൽ അവനക്കറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ഇത് പൊളിഞ്ഞെന്ന് കണ്ടപ്പോൾ ഷാജഹാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് പറഞ്ഞു ഇത് ഞാനല്ല, ഇതിന് ഫുള്ള് മാസ്റ്റർ പ്ലാൻ നിഷാനാണ്, നിഷാൻ മാത്രമാണ് ഇതൊക്കെ ചെയ്തത്. നിഷാന്റെ തലമിലോട്ട് എന്നോട് പറയാണ് നമുക്ക് ഞാനങ്ങനെ പെട്ടെന്ന് നിങ്ങളുടെ ഗാംഗിലേക്ക് എനിക്ക് വരാൻ കഴിയൂല, ഇത് നല്ലൊരു സ്ക്രിപ്റ്റഡ് ആയിട്ട് നമുക്കൊരു നല്ലൊരു കളി കളിച്ചിട്ട് നമുക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ PSC ഗാങ്ങിന്റെ മൊത്തം 80s മൊത്തം നമുക്ക് തീർക്കണം എന്നുള്ള രൂപത്തിലാണ് എന്നോട് സംസാരിച്ചത്. ഷാജാന്റെ ഗാങ്ങായിട്ടുള്ള PSC ഗാങ്ങിന്റെ 80s ഫുള്ള് കുറക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ അയാൾക്ക് പോയിട്ട് പറഞ്ഞതാണ്. അയാൾ പറയുന്നത് എനിക്ക് PSC ഗാങ്ങിന്റെ 80s കുറക്കാനായിട്ട് ഭയങ്കര ഇടങ്ങാറാണല്ലോ. എനിക്ക് ഇങ്ങോട്ട് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സംഭവം ഫുൾ പ്ലാനഡ് ആയിട്ട് ചെയ്തതും ഈ പ്ലാന് ഇങ്ങോട്ട് കൊണ്ടുവന്നതും നിഷാനാണ്. അല്ലാതെ ഈ ഒരു പ്ലാന് ഇങ്ങനെയൊക്കെ കൊണ്ടുവെക്കാനും അതിനുള്ള ഒരു ബുദ്ധിയൊന്നും എനിക്കില്ല. അതിനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഇടയിൽ പൊട്ടനായിട്ട് അഭിനയിക്കുകയാണ് ഇയാൾ. കാരണം ഇയാൾ ഇന്ന് പോസ്റ്റ് ചെയ്ത റീലിൽ അയാൾ പറയുന്നുണ്ട് പണ്ട് നടന്ന തൊപ്പിയായിട്ടുള്ള ആ ഫൈറ്റ് ഇവരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് ഇയാൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ മുന്നേ സ്ക്രിപ്റ്റഡ് ആയിട്ട് വീഡിയോ ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ് ഈ ഷാജാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആളാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാണ് ചെയ്തൊരു കാര്യം അവസാനം ഒരുത്തന്റെ തലയിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാൻ നാണുണ്ടോ? ഒന്നിൽ ഇത്ര വലുപ്പല്ലേ? എനിക്ക് ആ 10 രൂപ വയസ്സായിട്ടുള്ള എനിക്ക് സങ്കടമില്ല. എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതാണ് ഈ ഒരു സ്ക്രിപ്റ്റ് ചെയ്തതിൽ നിഷാന്, ഷാജഹാന്, മുഷ്രിഫ്, ലുക്മാന്, അതിനാൻ ഈ 5 പേരും ചേർന്നിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് നടത്തിയിട്ടുള്ളത്. ഞാനിപ്പോ ഇനിയിപ്പോ ഷാജഹാനാണ് ഇത് ചെയ്തെന്ന് പറഞ്ഞിട്ട് അയാളെ മേൽക്കൊന്നുമില്ല, ഞാനടക്കം ഈ 5 പേര് ചേർന്നിട്ടാണ് ഈ ഒരു സ്ക്രിപ്റ്റ് നടത്തിയിട്ടുള്ളത്. ഈ ഒരു സംഭവം ഞങ്ങൾ ചെയ്തതിലേക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു സിമ്പതി കിട്ടും. ആ ഒരു സിമ്പതി ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗത്ത് തെറ്റ് പറ്റിയതാണ്. കർമ്മ എന്നുള്ളൊരു സാധനം എനിക്ക് കിട്ടുകയും ചെയ്തു. എന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSG ഗാങ്ങിന്റെ ഹേറ്റേഴ്സിനെ കുറക്കാനും ഷാജഹാൻ ഖാനെ ഒന്ന് ജനങ്ങൾക്കിടയിൽ മാസാക്കാനും എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമായിരുന്നു. അല്ലാതെ വേറെ മതവർഗീയത ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ഒന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല ഈ ഒരു സംഭവം ചെയ്തത്. ഈ ഒരു സംഭവത്തിൽ അഖിൽമാരാർ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെയധികം വിഷമിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനിപ്പം അവസാനമായിട്ട് ഞാൻ അഖിൽമാരാറിന്റെ അടുത്ത് പറയാണ് റിയലി സോറി, നിങ്ങൾ എന്നൊരു വലിയൊരു മനുഷ്യനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇത്രയും ചെയ്തു. ഈ നാടകം പൊളിഞ്ഞ സമയത്ത് അദ്ദേഹം വിമർശിക്കാനും നിന്നിട്ടില്ല. നിന്റെ ചെറിയ പ്രായമല്ലേ സാറിലെ പോട്ടെ, നീ മാപ്പ് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഭാവിയിൽ നമ്മുടെ കേരളം നയിക്കണം എന്നുള്ളതും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ഭാഗത്ത് പറ്റിയിട്ടുള്ള തെറ്റിന് ഈ കേരള ജനതയോട് മൊത്തം മാപ്പ് പറയാണ്. ഇതിന് എന്ത് നിയമ നടപടികളും ആണെങ്കിലും നമുക്ക് സ്വീകരിക്കാം. അത് ഏറ്റുവാങ്ങാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഞാൻ തെറ്റുകാരനാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്.